Hello, welcome all to my channel. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടോ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് ഫിഷ് നിർവാണ. മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഫിഷ് നിർവാണ. ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് ഫിഷ് നിർവാണ. അതുപോലെ തന്നെ സുരേഷ് പിള്ളൈ, അദ്ദേഹത്തിന് എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും. നമ്മുടെ കേരളത്തിലൊരു ഇന്നോവേറ്റീവായിട്ട് കുറേ റെസിപ്പീസ് പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസിപ്പിയാണ് ഫിഷ് നിർവാണ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഈ റെസിപ്പി ഇതിന് മുന്നേ കഴിച്ചു നോക്കിയിട്ടില്ല, ചെയ്തു നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫിഷ് നിർവാണയുടെ ടേസ്റ്റ് എന്ന്. And to my non-Malayali subscribers, this is a purely Malayali recipe because we are adding coconut oil, coconut milk and of course fish. So it is a pure taste of Kerala. And this is the best recipe from one of the best chef in Kerala, Mr. Suresh Pillai. So if you are not getting what I am telling in my videos, so you can go and check out my description because I will give you complete recipe over there. So okay, so we will start how we can make fish nirvana. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് സിൽവർ pomfre, ആവോലി എന്ന് പറയുമല്ലോ, അതൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മളിപ്പോൾ മീൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള മസാല നമ്മൾ എടുക്കുക. നോർമലി വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ മീൻ പൊരിക്കുക ആ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ആൻഡ് പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് സോൾട്ടൊക്കെ മാക്സിമം കുറയ്ക്കുക, നമ്മൾ ഓവറായിട്ട് കഴിക്കേണ്ട. അപ്പം ആൻഡ് നമ്മൾ പുളിവെള്ളം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുളി എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പം പുളിവെള്ളം, tamarind ജ്യൂസ്. ഓക്കെ, അപ്പം അത് ആവശ്യത്തിന്. ഇനി നമ്മളൊന്ന് നന്നായിട്ട് ഇതിനെ മസാല പിടിപ്പിക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പീച്ചെടുക്കുക ഫിഷിന് നോർമലി ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പം മസാലയൊക്കെ നന്നായിട്ട് തേച്ചു. ഇതിനി ഒരു 5 to 10 minutes നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മീൻ ഒരു 10 minute നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ വെച്ചെടുക്കുക, കോക്കനട്ട് ഓയിൽ. ഒരുപാട് വേണ്ട, ജസ്റ്റ് നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എണ്ണ മാത്രം മതി, ഇത്രയും മതി. അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ മീൻ എല്ലാം ഇടാം. ചെറിയ മീനല്ലേ, അപ്പോൾ നമുക്ക് എല്ലാം ഒരു പാനിൽ തന്നെ ഇടാം. തീ കുറച്ച് സ്ലോയിൽ വെച്ചോ, നമുക്ക് അങ്ങ് വല്ലാണ്ട് അതങ്ങ് പൊരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് മീൻ തിരിച്ചിടുന്നത് ഒരുപാട് ഞാൻ വല്ലാണ്ട് അങ്ങ് പൊരിപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമുക്കതിനെ മറിച്ചിടാം. ഇപ്പോൾ ഈ മീനായിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ഈ മീനെ നമ്മൾ പൊള്ളിക്കാൻ പോകുന്നല്ല, ഈ നമ്മുടെ വാഴ ഇലേനകത്ത് വയ്ക്കുക. വാഴ ഇല ഇങ്ങനെ വയ്ക്കുക. പാൻ ഓൺ ആണ്. സെയിം നമ്മൾ കണ്ടില്ല ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ അങ്ങനെയുണ്ട്, അതിൻ്റെ മേലെ തന്നെ ഈ വാഴ ഇല ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. തീ കുറച്ച് ലോ ഹീറ്റ് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, 1 കപ്പ് തേങ്ങാപ്പാൽ, തിക്ക് മിൽക്കാണ്, നമ്മൾ പറയില്ല 1ാം പാല്, ഫസ്റ്റ് മിൽക്ക്. ഓക്കെ, അപ്പം അത് നമ്മൾ എന്നിട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ മതി. ഓക്കെ, ഇത്ര മതിയായിരിക്കും. ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അതിട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചിയുടെ ഫ്ലേവർ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് സുരേഷ് പിള്ളയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി പച്ചമുളക് സ്ലിപ്പ് ചെയ്തിട്ട്, ഓക്കെ, പച്ചമുളക് ആവശ്യത്തിന്, ആൻഡ് pepper powder.
അതൊക്കെ ഇതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുക്കിയത് മതി. ആൻഡ് നമ്മൾ പാലിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഫ്രഷ് കറി ലീവ്സ്, ഓക്കെ, കറിവേപ്പില എങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു 5 minutes വെച്ചാൽ മതി. നമ്മൾ ആ പാലൊന്ന് തിക്കനായിട്ട് വരും, ഒന്ന് കുറുകി വരും. അത്ര നേരം നമ്മൾ ഇങ്ങനെ ഒന്ന് വെക്കും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ പാലിങ്ങനെ തിളക്കുകയല്ല, ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മേലെ ഫിഷിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ആ മസാല പാലൊക്കെ അങ്ങനെ മീനിലോട്ടേക്ക് ഇറങ്ങാനാണ്. ഇതൊരു തിക്കനായിട്ട് വരും, അതുവരെ നമ്മൾ കുക്ക് ചെയ്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. പാലൊന്ന് ക്രീമി ടെക്സ്ചർ ആവുന്നവരെ നമ്മളൊന്ന് അതിനൊന്ന് വയ്ക്കാം. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലൊന്ന് തിക്കനായി കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു ടൈം മതി. എനിക്ക് തോന്നുന്നു ഒരു 5 minutes ആയിട്ടേ ഉള്ളൂ. അത്ര നേരം നമ്മൾ ഇതിനെ ചൂടാക്കിയാൽ മതി, ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഓക്കെ, അപ്പം ഈ പാലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കുറുകിയൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇതോടെ നമ്മൾ ഓഫാക്കുക. ഇനി നമ്മളിതിനെ ചൂടാക്കാൻ പാടില്ല. ഇതാണ് ആ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഫിഷ് നിർവാണ ഈസ് റെഡി. ആ എണ്ണയൊക്കെ അങ്ങനെ ബാക്കിയുണ്ട്. അപ്പം സത്യമായിട്ടൊരു കാര്യം പറയണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പോൾ അത്ര ഒരു യമ്മി ടേസ്റ്റുകൾ തോന്നുന്നില്ല. ബിക്കോസ് അതൊരു പാലിങ്ങനെ ആ ഒരു ക്രീമി ആയിട്ടിരിക്കുന്നു. പക്ഷേ അതിൽ കാര്യമില്ല, ടേസ്റ്റിലാണ് കാര്യം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ചൂട് ആക്ച്വലി ഫിഷൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി, കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഉണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് ഈ ചാറിലൊന്ന് മുക്കുക. ഓക്കെ, ദെൻ നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഫിഷ് നിർവാണ. ഗുഡ്, നല്ല ടേസ്റ്റ്. ഫിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി പൊരിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്നതിലും കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ക്രീമല്ല, തേങ്ങാപ്പാൽ മുക്കി കഴിക്കണം, അടിപൊളി. അത് മുക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ആഹാ, ഇടില്ല. എനിക്ക് ഫസ്റ്റ് കഴിച്ചതിനെക്കാട്ടി ടേസ്റ്റ് കൂടി വരുന്നത് കഴിക്കുന്നതോറും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇറ്റ്സ് റിയലി യമ്മി. ഞാൻ ആദ്യം പറഞ്ഞതിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ വായിക്കും ടേസ്റ്റ് കൂടുന്നുണ്ട്. സോ ഗുഡ്. മീൻ എപ്പോഴും പൊരിച്ച് കഴിക്കും, കറി വെച്ച് കഴിക്കും. ഈ ഒരു വെറൈറ്റി ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരും വീട്ടിലിത് ഷുവറായിട്ടും ട്രൈ ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ്സ് ഒരിക്കലും എനിക്കല്ല, സുരേഷ് പിള്ളയാണ്. പുള്ളി ഇന്നോവേറ്റീവായിട്ട് ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. മീൻ മാത്രം കഴിക്കുന്നതിനെക്കാട്ടിലും നമ്മളെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിക്കുക. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഞാൻ വേറെ കുക്കിംഗ് വീഡിയോസ്, പിന്നെ ട്രാവൽ വ്ളോഗ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ. ബൈ.